നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഇതൊരു ഷോ അല്ലേ? ലാലേട്ടൻ അനുമോളെ പൊരിച്ചെടുക്കുന്നു. അനുമോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് തീയില്ലാതെ ഉണ്ടായ ഒരു പുകയാണോ? വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ആ പുതപ്പിനടിയിൽ എന്താണ് നടന്നതെന്ന്. എന്റെ കിറ്റ് എവിടാ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ക്യാപ്റ്റൻ എവിടാ? പതുക്കെ പറയാൻ പറ്റില്ല. ഞാൻ വല്ലയുടെ സാധനങ്ങളല്ല ഞാൻ എടുത്തു വെച്ചിരിക്കണ. ഒരു ചർച്ചയ്ക്ക് എടുക്കാൻ തക്കവണ്ണമുള്ള സംഭവമൊന്നും അല്ല ഇത്. എങ്കിൽ പോലും എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ മസ്താനിയുടെ വരവോടെ വെറും കനലായിരുന്ന ഈ ഒരു വിഷയം ആളിക്കത്തി. മസ്താനിയുടെ കുരുട്ടുബുദ്ധി അതിന് ലാലേട്ടൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇനി അനുമോളുടെ കാര്യത്തിലേക്ക് വരാം. അവർ രണ്ടുപേരും ഒരേ പുതപ്പിനടിയിൽ കണ്ടു എന്ന് പറയുന്നതും അവർ കിസ് ചെയ്തു എന്ന് പറയുന്നതും ശരിയല്ല എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം മണ്ടന്മാരൊന്നും അല്ലല്ലോ മലയാളികൾ. ശരി, കിസ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരുന്നു കൂടെ. കിസ് മാത്രമല്ലല്ലോ അവിടെ നടക്കാൻ ചാൻസ് ഉള്ളത്. ആ പുതപ്പിനടിയിൽ നടന്നത് കുറച്ച് പുരോഗമനം മാറ്റി വെച്ചാൽ അനുമോൾ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. ഈ രാത്രി 2 മണിക്ക് കഞ്ഞിയും പേറും വെച്ച് കളിക്കാനല്ലല്ലോ രണ്ടുപേരും ബെഡ്ഷീറ്റിനകത്ത് കയറിയിരുന്നത്. അവർ അവരുടെ സ്വകാര്യ സമയങ്ങൾ കുറച്ച് ആസ്വദിക്കുന്നുണ്ടാവാം. അത് പറഞ്ഞു നടന്നത് തെറ്റ് തന്നെയാണ്. അതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ഫാമിലി ഓഡിയൻസ് ഉള്ള ഒരു ഷോയിൽ അങ്ങനെ കാണിച്ചത് വേണമെങ്കിൽ തെറ്റെന്ന് പറയാം. അല്ലാതെ അനുമോൾ പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് കോർണർ ചെയ്യുന്ന പോലുള്ള ഫയറിംഗ് ഒന്നും പുതിയ കാലത്തെ പെൺപിള്ളേരടുത്ത് നടക്കില്ല എന്ന് ഏഷ്യാനെറ്റ് ടീം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കണ്ടോ? കണ്ടായിരുന്നു. ഇനി മസ്താനിയിലേക്ക് വന്നാലോ? പുള്ളിക്കാരിക്ക് ബിഗ് ബോസ് എന്നോ ലാലേട്ടനെന്നോ ഒരു വേർതിരിവുമില്ല. എല്ലാവരും തനിക്ക് കീഴെയാണ്. അങ്ങനെയുള്ള ഒരു ഭാവമുള്ള പെൺകുട്ടിയാണ് മസ്താനി. അഹങ്കാരം തലയ്ക്ക് പിടിച്ച മസ്താനിയെ ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് വലിയൊരു തലവേദനയായിരിക്കുകയാണ് ബിഗ് ബോസ് ടീമിന്. പലരെയും കൂട്ടിമുട്ടിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ചെന്നായ തന്നെയാണ് മസ്താനി. എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്ത് പോണ്ടേ? നമ്മുടെ എത്ര 3 ജനറേഷൻ 4 ജനറേഷനിലെ ഈ ഷോ കാണുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ? ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊക്കെ പുറത്തു പോകണ്ടേ? അങ്ങനെയൊക്കെ ലാലേട്ടൻ മാസ് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊക്കെ അനുമോളോടാണോ ചോദിച്ചത്? ലാലേട്ടന്റെ ഓരോ ചോദ്യവും പുതപ്പിനടിയിലെ കമിതാക്കളോടാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു ഓരോ ചോദ്യവും.